ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അമേരിക്കയിൽ നിന്ന് വിളിച്ച കനിയോട് മോഹൻ ജയിലിൽ ചാടി അമ്മയെ കൊല്ലാൻ നോക്കിയ കാര്യമെല്ലാം പറയുന്നുണ്ട് വീണ. ആ മോഹൻ ജയിലിൽ ചാടി. അയാള് ജയിലിൽ ചാടിയിട്ട് ആദ്യം അമ്മയെ ഭീഷണിപ്പെടുത്തി റീജോയിനിങ് ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ കൃഷ്ണചന്ദ്രൻ സാറിനെയും സന്തോഷേട്ടനെയും തട്ടിക്കൊണ്ടുപോയി. സന്തോഷേട്ടന് കുറച്ച് മെന്റൽ പ്രശ്നങ്ങളായിട്ട് ഇരിക്കുകയായിരുന്നു. കൃഷ്ണചന്ദ്രൻ സാറിനെ അമ്മയുടെ മുന്നിൽ വെച്ച് കൊല്ലാനും അമ്മയെ കൊണ്ട് സന്തോഷേട്ടനെ കൊല്ലിക്കാനുമായിരുന്നു അയാളുടെ പ്ലാൻ. എന്നു തുടങ്ങി മോഹനെ പിടികൂടുന്നത് വരെയുള്ള കാര്യങ്ങളും സ്കൂളിൽ റീജോയിൻ ചെയ്തതുമെല്ലാം കനിയോട് പറയുന്നുണ്ട് ചെറിയമ്മയും വീണയും. എല്ലാം കേൾക്കേ കനിയും എന്റെ പൊന്നെ എന്തോ നടി ഇത്. അല്ല എന്നിട്ട് ജോണേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോ കുഴപ്പമില്ല, എങ്കിലും റെസ്റ്റിലാന്ന് വീണയും. ഞാൻ നാട്ടിലില്ലാത്തതിന്റെ എല്ലാ പ്രശ്നങ്ങളും കാണുന്നുണ്ടെന്ന് കനിയും. ഉണ്ടായിരുന്നെങ്കിൽ നീ തന്നെ അയാളെ അങ്ങ് തീർത്തേനെയല്ലേ, ഒന്ന് പോടിയെന്ന് വീണയും. ഇനി പ്രശ്നങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിലേ എന്നെ വിളിച്ചാ മതി, ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഞാനങ്ങ് എത്തുമെന്ന് കനി പറയുമ്പോ അതുള്ളതാട്ടോ എന്ന് ലച്ചുവും ചിരിയോടെ പറയുന്നുണ്ട്. അടുത്ത തവണ മോഹൻ ജയിച്ചാടുമ്പോ ഞാൻ നിന്നെ വിളിക്കാമെന്ന് വീണ പറയുമ്പോ ഓക്കെ എന്ന് കനി. ഇവിടെ കനിയുള്ളത് കൊണ്ട് എനിക്ക് സമയം പോകുന്നുണ്ട്, ഈ പുഴുക്കഥയും കേട്ടുകൊണ്ടിരിക്കാലോ എന്ന് ലച്ചുവും പറയുന്നുണ്ട്. കനിക്കുട്ടി അങ്ങനെയൊന്നും പറയില്ലേ, അവൾ ഉള്ളതേ പറയൂ എന്ന് ചെറിയമ്മയും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ചെറിയമ്മയെന്ന് കനി പറയുമ്പോ ഓ ഒരു ചെറിയമ്മയുടെ കൊച്ചെന്ന് ലച്ചു, ഞാൻ ഇനി ഇടയ്ക്ക് വിളിച്ചോളാം, ഒന്നിച്ചിങ്ങനെ മഹാഭാരതമായി പറയേണ്ടി വരില്ലെന്ന് കനി പറയുമ്പോ വിളിച്ചാ മതി എന്ന് വീണയും. വിളിച്ചിരിക്കും എന്ന് പറഞ്ഞ് കനിയും കോൾ വയ്ക്കുകയാ. കോൾ കഴിഞ്ഞ കനി ലക്ഷ്മിയോടായി പറയുന്നുണ്ട് മോഹൻ അത്യാവശ്യ അഭ്യാസമൊക്കെ കാണിച്ചിട്ടാണ് ആദ്യം പിടിച്ചത്, രക്ഷപ്പെടാൻ അയാൾ ഒരു വിദഗ്ധനാണ്, ആദ്യം അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോ വൈൽഡ് എലിമെന്റ്സിനെ പോലെയാ അയാള്, എല്ലാ വിധത്തിലും രക്ഷപ്പെടാൻ വളരെ സ്കിൽഡ് ആണ്. പിന്നെ എക്സ്ട്രീം ക്രൂവൽറ്റി. പാവം എന്റെ സരസു ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. എന്തോരം ബന്ധങ്ങളാണെന്ന് അറിയാമോ അയാൾക്ക്. ഫിസിക്കലിയും മെന്റലിയും ടോർച്ചർ ചെയ്യുന്നത് അയാൾക്കൊരു ക്രൈസ് ആണ്. കൃഷ്ണചന്ദ്രൻ സാറിനെയും കൂട്ടിച്ചേർത്ത് ഓരോന്ന് പറഞ്ഞ് പാവം അവളെ എന്തോരം ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ലക്ഷ്മി കുഞ്ഞയും പറയുകയാ. കൃഷ്ണചന്ദ്രൻ സാർ ശരിക്കും ഒരു പ്യുവർ ഹേർട്ടഡ് മാൻ ആണ്. എന്നോട് വലിയ കാര്യമാണ്, ഞാൻ ഇങ്ങോട്ട് വരാന്നറിഞ്ഞപ്പോ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തന്ന് എന്നെ യാത്രയാക്കാൻ മാധവത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് കനി അത് ഓർത്തെടുത്ത് പറയേ. സരസുവിനും സാറിനെ വലിയ കാര്യമായിരുന്നു, പക്ഷെ രണ്ടിനും ജീവിതത്തിൽ ധൈര്യമില്ലെന്ന് ലക്ഷ്മിയും. അവരാണ് പേരെങ്കില് സൂപ്പർ ആയിരിക്കുമല്ലേന്ന് കനി ചോദിക്കുമ്പോ പക്ഷെ മോഹൻ ഒരു നീരാളിയെ പോലെയാ, പൂണ്ടടക്കം പിടിച്ച് തീർത്തു കളയും, അവൻ ഈ ജയിലൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് ലക്ഷ്മിയും പറയുകയാ. എന്നാലും നമ്മുടെ ജോണേട്ടന്റെ ഫ്രണ്ടായ സന്തോഷേട്ടനെ കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യിപ്പിച്ചല്ലോ. ദുഷ്ടൻ എന്ന് കനി ദേഷ്യത്തോടെ പറയുമ്പോ അയാൾ എന്ത് ചെയ്യുമെന്നും ചെയ്യാതിരിക്കുമെന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ലച്ചുവോ. ഞാനൊന്ന് ജോണേട്ടനെ വിളിച്ച് നോക്കട്ടെ കുഞ്ഞാന്നും പറഞ്ഞ് കനി തന്റെ മൊബൈൽ എടുക്കുമ്പോഴേക്കും എല്ലാം അടച്ചു പൂട്ടിയിട്ട് ഇറങ്ങിയതല്ലേ കനി, നീ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ലക്ഷ്മി കുഞ്ഞയും. എന്നാലും ഇങ്ങനൊരു കാര്യം അറിയുമ്പോ എന്ന് പറഞ്ഞവൾ ജോണിനെ വിളിക്കുന്നുണ്ട്. ജോൺ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ ജോണേട്ടൻ, കനിയാണ്. ഏതാ ഈ ഇന്റർനാഷണൽ കോൾ എന്നായിരിക്കും നോക്കുന്നതല്ലേ എന്നവൾ ചോദിക്കുമ്പോ പിന്നല്ലാതെ നമുക്ക് ഇന്റർനാഷണൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ എന്ന് ചിരിയോടെ ജോൺ പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ മേരിക്കുട്ടി ടീച്ചറും ആരാന്ന് ചോദിക്കുക. കനിയാണെന്ന് അവരോടായി പറഞ്ഞ് പോയത് വല്ലാത്തൊരു പോക്കായി പോയല്ലോ കനി, ഒരു വിവരവും ഇല്ലല്ലോ എന്ന് ജോൺ ചോദിക്കുമ്പോ വിവരം അവിടെ ആയിരുന്നപ്പോഴും ഇല്ലായിരുന്നല്ലോ ജോണേട്ടാ, ഇവിടെ എത്തിയപ്പോ നല്ല ഇന്റർനാഷണൽ വിവരമില്ലായ്മയായി മാറി എന്ന് കനി ചിരിയോടെ പറയുമ്പോ നല്ല ഇന്റർനാഷണൽ ചളിയാണല്ലോ എന്ന് ജോണും. ഇപ്പൊ എന്താ വിളിക്കാൻ തോന്നിയെന്ന് ജോൺ ചോദിക്കുമ്പോ ലക്ഷ്മി കുഞ്ഞെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് ഞാൻ നേരത്തെ ജോണേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് വിളിക്കാനൊന്നും ആവത്തില്ലെന്ന്, വിളിക്കില്ലെന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചതാ, പക്ഷേ ഇങ്ങനൊന്ന് അറിഞ്ഞപ്പോ വിളിക്കണമെന്ന് തോന്നി. ഓക്കെ അല്ലേ ജോണേട്ടാന്ന് കനി ചോദിക്കുമ്പോ ഓൾമോസ്റ്റ് ഓക്കെയാണ്, എങ്കിലും ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് ജോണും. അപ്പോ വീട്ടിൽ തന്നെയാണല്ലെന്ന് കനി ചോദിക്കുമ്പോ അങ്ങനെ പറഞ്ഞൂടാ, അമ്മ അടുത്ത് നിൽപ്പുണ്ട്, പറഞ്ഞ അമ്മയുടെ ചീത്തയും കിട്ടും, ഇടയ്ക്ക് അമ്മ അറിയാതെ ജയിലിൽ ചാടുന്നുണ്ടെന്ന് ജോൺ പറയുമ്പോ ടീച്ചർ അവിടെ കേട്ടോണ്ട് നിക്കല്ലെന്ന് കനിയും ചോദിക്കുക. അതെ എന്ന് ജോൺ പറയുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും അവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി കനിയോട് സംസാരിക്കുക. ഹലോ കനി, പോവാൻ നേരത്തെ എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടാ പോയത്, പോയിട്ട് എന്നെ ഇതുവരെ ഒന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോ സത്യ ടീച്ചറെ എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി, കാര്യങ്ങളൊക്കെ കുറച്ച് അലമ്പായി പോയി, പിന്നെ എന്റെ ലക്ഷ്മി കുഞ്ഞ് ഇടപെട്ടാ ഞാൻ ഒരുവിധം ഓക്കെ ആയത് എന്ന് കനി പറയുമ്പോ കനി എന്ത് ബാധിക്കാൻ എന്ന് മേരിക്കുട്ടി ടീച്ചറും. ഇങ്ങനെ എല്ലാരെയും കരുതുന്നത് തന്നെ ഒരു ഭാരമാ ടീച്ചറെ, ചെറിയമ്മയുടെ അടുത്തൊന്ന് മാറിയത് ഒന്ന് സെറ്റാവാൻ നല്ല സമയമെടുത്തു, പാവം ലക്ഷ്മി കുഞ്ഞയും ഹെൻറി പപ്പയും കൂടെ എന്നെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി, പിന്നെ ഇവരെന്നെ ഒരു യൂറോപ്യൻ ട്രിപ്പിന് വിട്ടു, കുറച്ച് യൂറോപ്യൻസിനെ കണ്ടപ്പോ നമ്മൾ സെറ്റായി എന്ന് കനി ചിരിയോടെ പറയുമ്പോ നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും നേരിൽ കണ്ട് സംസാരിക്കാനൊക്കെ വകുപ്പുള്ളപ്പോഴേ അങ്ങനെ ഒറ്റയ്ക്കാവാൻ നമ്മൾ നമ്മളെ തന്നെ അങ്ങനെ വിടരുതെന്ന് മേരിക്കുട്ടി ടീച്ചറും. ഒറ്റയ്ക്കാവാനൊന്നും ലക്ഷ്മി കുഞ്ഞ് വിടത്തില്ല, എങ്കിലും ആരെയും വിളിക്കാനൊന്നും തോന്നിയില്ല എന്നവൾ ചമ്മലോടെ പറയുമ്പോ അങ്ങനൊന്നും തോന്നണ്ട, ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോ ശ്രദ്ധിക്കാൻ ടീച്ചറെ എന്ന് കനിയും. ലക്ഷ്മിയോട് അന്വേഷണം പറയണമെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോ ദേ എല്ലാം കേട്ടോണ്ട് ഇവിടെ അടുത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് കനിയും മൊബൈൽ സ്പീക്കറിലിടുകയാ. ഹായ് മേരി,
ജോണിന്റെ കാര്യം ഞങ്ങൾ ആക്ച്വലി അറിഞ്ഞില്ല കേട്ടോ. കാലക്കേട് എങ്ങനെയൊക്കെ കയറി വരാന്ന് പറയാൻ പറ്റില്ലല്ലേ. എന്തായാലും മോനെ ശരിക്കും ശ്രദ്ധിക്ക് കേട്ടോ എന്ന് ലച്ചു പറയുമ്പോ, ലച്ചു എനിക്ക് ശ്രദ്ധിക്കാൻ വേറെ ആരാ ഉള്ളത് എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുക. എനിക്കറിയാം, എന്നാലും നന്നായി ടേക്ക് കെയർ ചെയ്യൂ. അവന്റെ ഹെൽത്തൊക്കെ വേഗം ഓക്കെ ആവട്ടെ എന്ന് ലച്ചു പറയുമ്പോ, അതെ നീ ഉടനെ നാട്ടിലേക്കുണ്ടോന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുക. അന്ന് വന്ന് ഞാൻ ചെയ്തില്ലേ ആയുർവേദ ട്രീറ്റ്മെന്റ്, അത് പൂർത്തിയായില്ലല്ലോ, അത് ബാക്കി കിടപ്പുണ്ട്. അത്രയും ദിവസം അങ്ങോട്ട് ബ്രേക്ക് എടുക്കാനും പറ്റുന്നില്ല, എന്തായാലും നോക്കട്ടെ എന്ന് ലച്ചു പറയുമ്പോ, നോക്ക് എന്ന് മേരിക്കുട്ടി ടീച്ചറും ഒക്കെ പറഞ്ഞ് കനിയോട് സംസാരിക്കാനായി ലച്ചു പറയുമ്പോഴേക്കും കനിയും, ആ ടീച്ചറെ നമ്മുടെ രോഗി എവിടെയെന്ന് കനി ചോദിക്കുമ്പോ, ഇവിടെ അടുത്ത് നിൽപ്പുണ്ട്, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് മൊബൈൽ ജോണിന്റെ കയ്യിൽ കൊടുക്കുക മേരിക്കുട്ടി ടീച്ചർ. അവൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും, ഹെൽത്ത് ഒക്കെ വീണ്ടും പഴയ പോലെ ആവട്ടെ ജോണേട്ടാ, ഇനി ഇങ്ങനത്തെ പരിപാടികളിലൊന്നും പോയി ചാടല്ലേ കേട്ടോ എന്ന് കനി ഓർമ്മിപ്പിക്കുമ്പോൾ, ശ്രദ്ധിച്ചോളാമെന്ന് ജോണും. അങ്ങനെ കനി കോൾ വയ്ക്കുകയാ. പിന്നീട് 1 വർഷത്തിനു ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. രാവിലെ ആവുമ്പോൾ മാധവത്തിൽ ടീച്ചറമ്മ ഗുരുവായൂരപ്പന്റെ മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. ദിവസങ്ങളും മാസങ്ങളും പോകുന്ന വേഗം കണ്ട പേടിയാവും. അങ്ങനെ കണ്ണടച്ച് തുറക്കും പോലെ 1 വർഷം കഴിഞ്ഞു എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോഴേക്കും റൂമിൽ പഠിക്കായിരുന്ന വീണയും അത് കേൾക്കെ അങ്ങോട്ടെത്തി. കൈകൂപ്പി ഒന്ന് പ്രാർത്ഥിച്ച് പഠിക്കാനായി പോവുകയാ. കുഞ്ഞി പൂർണ്ണമായും ടെസ്റ്റ് എഴുതുന്നതിനുള്ള തയ്യാറെടുപ്പിലാ. ഇത്തവണത്തെ ലിസ്റ്റിൽ എങ്ങനെയെങ്കിലും കയറി പറ്റിയ എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാ അവള്. കണ്ണറ്റിങ്കര സ്കൂളിൽ നിന്ന് സോമൻ സാറ് ട്രാൻസ്ഫർ ആയി പോയി. ഇത്തവണ എനിക്ക് പ്രമോഷൻ വന്നപ്പോ പഴയ പോലെ ഞാൻ ഡിക്ലൈൻ ചെയ്തില്ല, ഏറ്റെടുത്തു. കണ്ണറ്റിങ്കര ഹെഡ് മിസ്ട്രസ് ആയി പെൻഷൻ ആവുന്നതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് ഉള്ളി തോന്നി എന്നൊക്കെയുള്ള വിവരണത്തിനൊപ്പം ടീച്ചറമ്മ പ്രാർത്ഥന കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങുന്നതും മുറ്റത്ത് കിടക്കുന്ന പത്രം എടുത്തുകൊണ്ട് പോയി വായിക്കുന്നതും അടുക്കളയിൽ ചെന്ന് ചായ ഇടുന്നതുമെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നീട് അവർ ഒരു കപ്പിൽ ചായ ഒഴിച്ച് റൂമിലിരുന്ന് പഠിക്കായിരുന്ന വീണയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ഇന്നലെ നീ ശരിക്കും വൈകിയോടിയെന്ന് അമ്മ ചോദിക്കുമ്പോ 12:30 കഴിഞ്ഞെന്ന് വീണയും. ആരോഗ്യവും ശ്രദ്ധിക്കണ്ടേ മോളെ, ടെസ്റ്റ് എഴുതാൻ ആരോഗ്യം വേണ്ടേ, മോളെ പകൽ നേരം കൂടുതൽ ഇരിക്കാൻ നോക്കണമെന്ന് അമ്മ പറയുമ്പോ, എനിക്ക് രാത്രി പഠിച്ചാൽ അമ്മ കൂടുതൽ മനസ്സിലാവുക എന്ന് വീണ പറയുന്നുണ്ട്. ശരി എന്നാ പിന്നെ പകല് കുറച്ച് റെസ്റ്റ് എടുക്കാൻ നോക്ക് കേട്ടോ എന്ന് പറഞ്ഞ് ടീച്ചറമ്മയും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവൾ വീണ്ടും റൂമിലിരുന്ന് പഠിക്കുമ്പോഴേക്കും ടീച്ചറമ്മയും സ്കൂളിലേക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി ലഞ്ച് ബോക്സ് ഒരുക്കിയെടുത്ത് സ്കൂളിലേക്ക് പോവാൻ റെഡിയായി സിറ്റൗട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇനി വേഗം വാ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ വിളിക്കുമ്പോഴേക്കും വീണയും അങ്ങോട്ടെത്തുകയാ. ഡോർ അടയ്ക്കുമ്പോഴേക്കും ടീച്ചറമ്മയുടെ വിവരണവുമുണ്ട്. എന്നെ ഇനി കുഞ്ഞി സ്കൂളിലാക്കി തരും, അത് കഴിഞ്ഞ് കുഞ്ഞി സന്തോഷിന്റെ വീട്ടിലേക്ക് പോകും. ഇപ്പൊ സന്തോഷ് ഏകദേശം പൂർണ്ണമായി തന്നെ റിക്കവർ ആയിട്ടുണ്ട്. പക്ഷേ സമൂഹത്തിൽ നിന്ന് ആകെ വിട്ടുമാറിയ മട്ടാണ് സന്തോഷ്. സന്തോഷിന് ആത്മവിശ്വാസത്തോടെ ജോലിക്ക് പോവാൻ എന്ത് ചെയ്യാനാവുമെന്നാണ് കുഞ്ഞിയുടെ ആലോചന. സന്തോഷിന്റെ വീട്ടുകാർ ഇപ്പോഴും പഴയ ബന്ധം തുടരാനാവുമെന്ന് കരുതുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുമുണ്ട്. അന്നേരമൊക്കെ കുഞ്ഞി അത് തിരുത്തുന്നുമുണ്ട്. കഴിഞ്ഞ 1 വർഷത്തിൽ പലതും മാറി മറിഞ്ഞു, അതൊക്കെ വഴിയെ പറയാൻ കേട്ടോ എന്നുള്ള വിവരണത്തിനൊപ്പം ടീച്ചറമ്മയും വീണയും വീടിന്റെ ഗേറ്റും പൂട്ടി സ്കൂട്ടിയിൽ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അമ്മയെ സ്കൂളിലാക്കി സന്തോഷിന്റെ വീട്ടിലേക്ക് എത്തുന്ന വീണയാണ് പിന്നീട് കാണിക്കുന്നത്. സന്തോഷ് അവളെയും വെയിറ്റ് ചെയ്ത് സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ സന്തോഷേട്ടനായി വാങ്ങിച്ച 2-3 ബുക്ക് അവന് കൊണ്ട് കൊടുക്കയാ. അവനത് സന്തോഷത്തോടെ വാങ്ങി നോക്കുമ്പോഴേക്കും സന്തോഷേട്ടന് വേണ്ടി വാങ്ങിയതാ. സന്തോഷേട്ടൻ ഏറ്റവും ഹാപ്പി ആവുക പുസ്തകങ്ങൾ കിട്ടുമ്പോഴാണെന്നറിയാം എന്നവൾ പറയുമ്പോ, വാങ്ങിക്കാത്തതാ, കുറച്ചായിട്ട് വായനയൊന്നും ഇല്ലല്ലോ എന്ന് സന്തോഷ് അവളെ അകത്തേക്ക് വിളിക്കുമ്പോഴേക്കും സന്തോഷേട്ടൻ എന്തെങ്കിലും കഴിച്ചോന്ന് വീണ ചോദിക്കുന്നുണ്ട്. വീണ വന്നിട്ട് കഴിക്കാമെന്ന് വെച്ചെന്ന് സന്തോഷ് പറയുമ്പോ, ഞാൻ കഴിച്ചതാ, കുഴപ്പമില്ല, കമ്പനി തരാം എന്ന് വീണ പറയുമ്പോഴേക്കും സന്തോഷ് അവളെ അകത്തോട്ട് വിളിച്ചോണ്ട് പോവുകയാണ്. ഇവിടെ ഡൈനിങ് ഹാളിൽ സോഫയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക നടേശൻ. അച്ഛനെ കാണാൻ സന്തോഷത്തോടെ അച്ഛാ വീണ എന്ന് പറഞ്ഞ് ജോൺ അവിടുന്ന് പോകുമ്പോഴേക്കും വീണയും ഒരു ചിരിയോടെ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന്, അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചെന്ന് നടേശനും. സന്തോഷിന്റെ കയ്യിലെ ബുക്കെല്ലാം കണ്ട് മോള് കൊടുത്ത പുസ്തകമാണോ, വയ്യാതായതിനു ശേഷം പത്രം നോക്കല് കൂടിയില്ല എന്ന് പറയുമ്പോ, ഇത് വായിക്കാൻ തോന്നും അച്ഛാന്ന് വീണയും. മോള് ചെല്ലെന്ന് നടേശൻ പറയുമ്പോഴേക്കും വീണയും ഡൈനിങ് ടേബിളിനരിയിലേക്ക് എത്തുന്നുണ്ട്. അവളെ കണ്ട് മണിയും സ്നേഹത്തോടെ വാ മോളെ എന്ന് പറഞ്ഞ് സ്വീകരിക്കുമ്പോഴേക്കും സന്തോഷന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വീണ പറയുന്നുണ്ട്. റെഡിയാ, മോള് കഴിച്ചോ എന്ന് മണി ചോദിക്കുമ്പോൾ കഴിച്ചു, എന്നാലും സന്തോഷേട്ടൻ ഒരു കമ്പനി കൊടുക്കാമെന്ന് പറഞ്ഞ് ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്ന സന്തോഷിന്റെ കൂടെ ഇരിക്കുന്നുണ്ട് വീണ അവന്റെ പ്ലേറ്റിലേക്ക് ഫുഡ് വിളമ്പുമ്പോഴേക്കും സന്തോഷം വായന തുടങ്ങി കഴിഞ്ഞിരുന്നു. അവന്റെ കമ്പനിക്ക് വീണയും കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ബുക്ക് വായിച്ച് കഴിക്കുന്ന സന്തോഷിനെ കണ്ട് വീണയും നടേശനോടായി, കേട്ടോ അച്ഛാ, സന്തോഷേട്ടൻ ഓക്കെ ആയതിന്റെ ലക്ഷണമായത് എന്ന് പറയുമ്പോൾ ചിരിയോടെ, ഇനി അങ്ങോട്ട് ഒരേ വായനയായിരിക്കും എന്ന് അച്ഛനും പറയുന്നുണ്ട്. അത് നല്ലതാ അച്ഛാ എന്ന് വീണ പറയുമ്പോ, പക്ഷേ വീട് വിട്ട് പുറത്തു പോണ്ടേ, ജോലിയുടെ കാര്യവും ഒന്നുമായില്ല, അതും ശരിയാക്കണ്ടേ എന്നച്ഛൻ ചോദിക്കുമ്പോ, കാര്യങ്ങള് ഒരുവിധമായില്ലേ അച്ഛാ, ബാക്കി നമുക്ക് ശരിയാക്കാമെന്ന് വീണയും ആശ്വസിപ്പിക്കുന്നുണ്ട്. ബുക്ക് വായിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷിനോടായി, ഭക്ഷണത്തിലേക്ക് ഇടയ്ക്കൊന്ന് നോക്ക് കുഞ്ഞുട്ടാന്ന് അമ്മയും പറയുന്നുണ്ട്. കൈ എത്തുമ്പോ വാ തുറന്നോളും അമ്മേ, അത് മസിൽ മെമ്മറിയാ, മണിയെ നടന്നോളുമെന്ന് അവൻ പറയുമ്പോ ചിരിയോടെ, അത് കൊള്ളാം എന്ന് മണിയും പറയുന്നുണ്ട്. അപ്പോഴാണ് വീണയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത്.
അത് കണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമ്പോഴേക്കും വീണയും ആ മൊബൈൽ എടുത്തു നോക്കി പരിഭ്രമത്തോടെ മണിയൊന്നും നോക്കിക്കൊണ്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ആ മൊബൈലുമായി എഴുന്നേറ്റ് മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്യുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.